പാനൽ സ്കേർട്ട് നമ്മൾ പൊക്കം കുറച്ച് നമുക്ക് നല്ലോണം നീളം തോന്നിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പാനൽ സ്കേർട്ട് പോയാൽ നല്ലതായിരിക്കും. ഈ പാനൽ സ്കേർട്ട് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബോഡി എലോങ്ങേറ്റ് ചെയ്ത് തോന്നുകയും ചെയ്യും. ഈ പാനലിൻ്റെ ഇടയ്ക്ക് തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യും. അവർ കുറച്ച് ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് ഒരു പൈപ്പിംഗ് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ കുറച്ചുകൂടെ നമ്മൾ ഭയങ്കര ടോളായിട്ട് തോന്നിക്കും. പിന്നെ ഈ പാനൽ സ്കേർട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ബോർഡർ വരുന്ന മെറ്റീരിയൽസിലാണ്. ഈ ബനാറസിൻ്റെയൊക്കെ മെറ്റീരിയൽസിൽ പകുതിയിലും ബോർഡർ വരും. ഈ ബോർഡർ വരുന്ന മെറ്റീരിയലിൽ ഒരിക്കലും നമുക്കൊരു ഫ്ലെയർ സ്കേർട്ട് അടിക്കാൻ പറ്റില്ല. ഫ്ലെയർ സ്കേർട്ട് നമുക്ക് ബോർഡർ ഇല്ലാത്ത മെറ്റീരിയൽ അടിക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബോർഡർ അറ്റാച്ച് ചെയ്യുക അതിൽ ചെയ്യുന്നത്. നമുക്ക് ഫ്ലെയർ സ്കേർട്ടിൽ അങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോർഡർ ഉള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ പാനൽ സ്കേർട്ട് ഇല്ലെങ്കിൽ പ്ലീറ്റഡ് സ്കേർട്ടേ നമുക്കതിൽ പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പ്ലീറ്റഡ് സ്കേർട്ടാണ്. അത് മോസ്റ്റ്ലി നമ്മൾ ഈ പ്ലീറ്റഡ് സ്കേർട്ട് അടിക്കുന്നത് നമ്മൾ ഇവിടെ കേരളത്തിലൊക്കെ അടിക്കുന്നത് നമ്മൾ കൂടുതലും നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെയാണ് ധാവണിക്കൊക്കെയാണ് പ്ലീറ്റഡ് സ്കേർട്ട് അടിക്കുന്നത്. പ്ലീറ്റഡ് സ്കേർട്ട് ബോർഡർ ഉള്ളതിൽ അടിക്കുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക. ബോർഡർ ഉള്ളതിൽ പ്ലീറ്റഡ് സ്കേർട്ടും പാനൽ സ്കേർട്ടും മാത്രമേ പറ്റുള്ളൂ. വേറെ ഫ്ലെയർ സ്കേർട്ടൊന്നും അതിൽ പറ്റത്തില്ല. പ്ലീറ്റഡ് സ്കേർട്ട് ഗൗണിലും ഒക്കെ അടിക്കും. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ഈ ട്രഡീഷണൽ ആ ഒരു സ്കേർട്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും ഇവിടെയൊക്കെ നമ്മൾ പ്ലീറ്റഡ് സ്കേർട്ട് അടിക്കുന്നത്.